ഹലോ. ഫെബ്രുവരി 14 സെൻറ്റ് വാലൻറ്റൈൻസ് ഡേ. സെൻറ്റ് വാലൻറ്റൈൻ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വലിയൊരു മെസ്സേജാണ് ജൂലിയ എന്ന പെൺകുട്ടിയിൽ കൂടി ഈ ലോകത്തിന് തന്നത്. ഇന്ന് ഈ ഡേ എന്തൊക്കെയോ ആയി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്നേഹവും വിശ്വാസമാണ് ഏതൊരു റിലേഷൻ്റെയും അടിസ്ഥാന ഘടകമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ അടുത്തിടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും വിട്ട ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അവളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് കൊടുക്കുന്ന ഉപദേശം. അതിൽ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, മകളെ, നിൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം മാത്രമാണ് നിൻ്റെ സന്തോഷമെന്ന് തിരിച്ചറിയുന്നിടത്താണ് നിൻ്റെ ജീവിത വിജയമെന്ന്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻസിഡൻ്റ് ആണ് ഓർമ്മ വന്നത്. ഞങ്ങൾ 2 വർഷം മുൻപ് ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിൽ ചെന്ന് സെറ്റിൽ ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനൊന്നും പെട്ടെന്നൊന്നും നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ ആൺമക്കളെ പറ്റി കൺസേൺ ഇല്ല, പക്ഷേ എൻ്റെ പെൺകുട്ടിയെ പറ്റി എനിക്ക് ഭയങ്കര കൺസേൺ ആണ്. എൻ്റെ പെൺകുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല ജോലി വേണം, അതുപോലെ 1 കോടി രൂപയെങ്കിലും അവളുടെ പേരിൽ ഡെപ്പോസിറ്റ് വേണം, ഒരു ഫ്ലാറ്റും വേണം അവളുടെ പേരിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ജോലിയും വിദ്യാഭ്യാസമൊക്കെ ഓക്കെ, പക്ഷേ ഫ്ലാറ്റ് 1 കോടി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്ന പോലെ എൻ്റെ മോള് വിവാഹം കഴിഞ്ഞാൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഡൈവോഴ്സ് എങ്ങാനും സംഭവിച്ചാൽ ഞങ്ങളെ വന്ന് അവളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവൾ സ്വയമായിട്ട് ജീവിക്കാനുള്ള എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഇനി എനിക്ക് 2 ആൺകുട്ടികളാണ്. അഥവാ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടിയോടും പറയാനുള്ളത് ഒരേ മെസ്സേജാണ് അവർ വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ. അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾക്കൊരു വ്യക്തിത്വമുള്ള പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ ജീവിത പങ്കാളിക്കും ഒരു വ്യക്തിത്വമുണ്ട്. അത് കംപ്ലീറ്റ് നിൻ്റെ ജീവിത പങ്കാളിയുടെ വ്യക്തിത്വം കംപ്ലീറ്റ് മാറ്റിമറിച്ച് നിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവരിക എന്നുള്ളതല്ല ജീവിത വിജയം. എന്നാൽ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറവുകളും കഴിവുകളും എല്ലാം മനസ്സിലാക്കി അംഗീകരിച്ച് അവളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ജന്മം തന്ന് നിങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളാണ് ഞങ്ങൾ. അതുപോലെ അവൾക്കും മാതാപിതാക്കളുണ്ടെന്ന് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. ഇനി നിങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും സ്നേഹിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നിൽ കൂടി മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം നിനക്ക് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ ഞങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റും സ്നേഹവും ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും എൻ്റെ മക്കൾ വാശി പിടിക്കരുത്, എൻ്റെ കുഞ്ഞ് എൻ്റെ ഇഷ്ടത്തിന് വളരണമെന്ന്. എൻ്റെ കുഞ്ഞാവരുത്, അത് നമ്മുടെ കുഞ്ഞായിരിക്കണം, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് വളരണം. നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത്, അതുപോലെ തന്നെ നിൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടോ. അവരോട് ചോദിച്ചത് മനസ്സിലാക്കി കുഞ്ഞിനെ നേർവഴിക്ക് നടത്തുക. ഇനി എൻ്റെ പെൺകുട്ടിയെ ഞാൻ മാറ്റി നിർത്തട്ടെ. കാരണം പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഒരു പെൺകുട്ടിയെ സംസാരിച്ചപ്പോൾ, അവൾ വിവാഹം കഴിച്ചിട്ടില്ല, 28 വയസ്സായി. അപ്പോൾ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ ആൺപിള്ളേർക്ക് ശാരീരിക വളർച്ച ഒക്കെയാണ്, പക്ഷെ മാനസികമായിട്ടുള്ള മെച്യൂരിറ്റി കാണുന്നില്ല. അങ്ങനെയുള്ള ആളെ ഇതുവരെ കണ്ടുപിടിക്കാൻ അവൾക്ക് സാധിച്ചില്ല എന്ന്. ഇപ്പോൾ ആൺകുട്ടികളും കുറേയൊക്കെ മാറ്റി ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ളത് എൻ്റെ ആൺമക്കളോട് മാത്രമാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എഡ്യൂക്കേറ്റഡും ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ മോനെ അറിഞ്ഞിരിക്കുക, നിനക്കൊരു കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കരിയറിനെ പറ്റി ഒരു പ്രതീക്ഷയുള്ള പോലെ തന്നെ അവൾക്കുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കുടുംബജീവിതവും അവളുടെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മക്കൾ സപ്പോർട്ട് ചെയ്തേ മതിയാവൂ. ഇനി ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ എപ്പോഴും നിൻ്റെ ആബ്സെൻസിലും ആ കുടുംബഭാരം ഏറ്റെടുത്ത് നടത്തുവാൻ പ്രാപ്തയാണെന്ന് നീ ഉറപ്പുവരുത്തണം. കാരണം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നീ അവളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാനോ തല കുനിക്കാനോ അവൾക്ക് ഇടവരരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം, വൃത്തി, ബോഡി മെയിൻ്റനൻസ്. ഇന്നത്തെ പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ അവളുടെ പാർട്ട്ണറിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല വൃത്തിയായ വസ്ത്രധാരണം, അതുപോലെ തന്നെ ശുചിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ പാർട്ട്ണറിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും നാൾ അമ്മ കിച്ചണിൽ കുക്ക് ചെയ്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. അതുപോലെ തന്നെ അവളുടെ വീട്ടിലും അവൾക്ക് വേണ്ടി അമ്മ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളി കടന്നു വരുമ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് മാത്രം കുക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. 2 പേരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഒരു കിച്ചണിൽ പാചകം ചെയ്യേണ്ടത്. ഇനി ഏറ്റവും കൂടുതലായി ഓർക്കേണ്ട ഒരു കാര്യം,
നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി ജീവിത പങ്കാളിയായിട്ടാണ് കടന്നു വരുന്നത്, അല്ലാതെ ഒരു അമ്മയായിട്ടല്ല. നിനക്ക് എത്രയധികം ലോകപരിചയമുണ്ടോ അത്രയും തന്നെ അവൾക്കും ലോകപരിചയവും അറിവും ഉള്ളൂ എന്ന് ഓർമ്മയിലിരിക്കട്ടെ. എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് കുറവുകളും കഴിവുകളുമുള്ളവരാണ്. ജീവിത പങ്കാളിയുടെ കുറവുകൾ മാത്രം ലിസ്റ്റ് ചെയ്ത് അത് മനസ്സിൽ ഉരുവിട്ട് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരിക്കലും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകൾ കണ്ടുപിടിക്കാൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് കഴിവുകൾ അല്ലെങ്കിൽ നന്മ കണ്ടുപിടിച്ച് അത് അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറവുകൾ താനെ മാഞ്ഞു പോവും. അതുപോലെ തന്നെ നിനക്ക് അവരുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചെടുക്കാൻ സാധിക്കും. വിശ്വാസവും സ്നേഹവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കും നിൻ്റെ സന്തോഷവും സമാധാനവും മാത്രമാണ് അവരുടെ സന്തോഷമെന്ന്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.